പ്രൈസ് ദി ലോർഡ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 58-ാം വാക്യം. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. വളരെ പ്രശസ്തമായ ഒരു വേദഭാഗമാണ്. ചില പാട്ടുകളിൽ പോലും നാം കേൾക്കുന്നതാണ്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ല. ഇത് ഒരു വഴി നടന്നു പോകുമ്പോൾ ഒരാൾ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ യേശു പറയുന്നതാണ്, കുറുനരികൾക്ക് കുഴിയും പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. എന്താണ് ഇവിടെ യേശു പ്രതിപാദിക്കുന്നത്? ശിഷ്യത്വം എന്നത് വളരെ കഠിനമാണ്. ഈ ലോകത്തിലെ സുഖങ്ങളും ഭാരങ്ങളും ഒക്കെ വിട്ട് യേശുവിനെ അനുഗമിക്കണം എന്നാണ് യേശു ഇവിടെ പറയുന്നത്. ഓൾ കംസ് വിത്ത് എ കോസ്റ്റ്. വെറുതെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യനാകാൻ പറ്റും. തന്നെത്താനെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. രണ്ടാമത്തേത്, ശിഷ്യത്വം നാം സകലതും വെടിയണം. ഈ ലോകത്തിലെ സുഖങ്ങളും ഭൗമിക സുഖങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും വിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാകുന്നു കർത്താവ് ഉദ്ദേശിച്ചത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും ലഭിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്ന വചനം നിറയെ അനേകർ പ്രോസ്പെറിറ്റി ഗോസ്പൽ പറഞ്ഞു. നല്ലതാണ്, യേശുവിനെ അനുഗമിക്കുമ്പോൾ അതോടുകൂടെ സകലതും ലഭിക്കും എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം യേശു കാണിച്ചു തന്ന പാതയിൽ കൂടെ സഞ്ചരിപ്പാൻ നമുക്ക് ശ്രമിക്കണം. നാം പ്രവൃത്തിയില്ലാതെ പറയുന്ന കാര്യങ്ങൾ മനുഷ്യർ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ശിഷ്യത്വം എന്നത്, യേശുവിനെ പിന്തുടരുക എന്നത് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഭൗമിക സുഖങ്ങളൊക്കെ വിട്ട് യേശുവിനെ അനുഗമിക്കാനാണ് യേശുവിടെ ഓർപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ആ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവേ, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ അംഗീകരിച്ച് കർത്താവിൻ്റെ പാത പിന്തുടർന്ന് ശിഷ്യത്വത്തിൽ നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വളരെ ക്ലേശവും നിറഞ്ഞ ഒരു യാത്രയാണ്. യഥാർത്ഥമായിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.